ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പല്ലിശല്യം മൂലം പൊറുത്തിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ്. ഈ ഒരൊറ്റ ടിപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പല്ലീനൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. നമുക്ക് പല്ലീനെ കൊല്ലാണ്ട് കൊണ്ട് വീട്ടിൽ നിന്ന് പല്ലിയെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വാസ്ലൈൻ ഉണ്ടെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ തന്നെ നമുക്ക് ഈ ഒരു പല്ലീനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലും അതുപോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ്, ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ നമുക്ക് പല്ലി കയറിയിരിക്കുന്നത് അത്രയ്ക്കും നല്ലതല്ല. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ അത് കാരണമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞതും എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞ മരുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പനിയുടെയും അതുപോലെ തന്നെ കോൾഡ്, കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സിറപ്പ് നമ്മൾ ഡേറ്റൊക്കെ കഴിഞ്ഞാൽ വലിച്ചെറിയാറാണ് പതിവ്. ഇനി അങ്ങനെ വലിച്ചെറിയേണ്ട കേട്ടോ. നമുക്കതുകൊണ്ട് ഒരു നല്ലൊരു യൂസ് ഉണ്ട്. നമ്മുടെ വീടുകളിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷിങ്കിൽ നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പാറ്റ, അതുപോലെ തന്നെ പല്ലി ശല്യമൊന്നും നമുക്കുണ്ടാവില്ല, കൊതുക് ശല്യമൊന്നും നമുക്കുണ്ടാവില്ല. ഇത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഷിങ്കിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. നമുക്ക് പിന്നീട് ആ ഒരു ഷിങ്കിൻ്റെ പൈപ്പ് വഴി പല്ലികളോ അതുപോലെ തന്നെ പാറ്റശല്യം ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ പല്ലിശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ വെളുത്തുള്ളി ഞാൻ തൊലിയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാസ്ലൈനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഉപയോഗിച്ച് 2 മിനിറ്റ് തന്നെ നമുക്ക് ആ റിസൾട്ട് കണ്ടുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതാ ഒരു 7-8 പല്ല് വെളുത്തുള്ളി ഞാനിതാ ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ തിളപ്പിക്കുന്നതെങ്കിൽ അതൊരു 1/2 ഗ്ലാസ് വെള്ളമാവുന്നത് വരയ്ക്കും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെളുത്തുള്ളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം വലിയ ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമാവുന്നത് വരയ്ക്കും ഞാനിതാ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് വീട് മുഴുവനും പരക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്മെല്ല് അത്രയ്ക്ക് നല്ലതാണ്. വീടുകളിൽ കൊതുക് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ വെളുത്തുള്ളിയൊക്കെ ഞാനിതേപോലെ സ്ട്രെയിൻ ചെയ്ത് ആ ഒരു സൊല്യൂഷൻ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാസ്ലൈന് ഈ ഒരു സൊല്യൂഷനിലേക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വാസ്ലൈനാണ് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി തിളപ്പിച്ച് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വാസ്ലൈനാണ്. ആ ചൂടോടുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് നമുക്കത് ആ ഒരു വെള്ളത്തിൽ ഡൈലൂട്ടായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വാസ്ലൈൻ നമുക്ക് നല്ല എഫക്റ്റീവാണ്. നമ്മൾ വാസ്ലൈൻ ജസ്റ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉറുമ്പ് ശല്യമൊന്നും വീട്ടിലുണ്ടാവില്ല കേട്ടോ. ഒരുപാട് പ്രയോജനങ്ങൾ ഈ ഒരു വാസ്ലൈൻ കൊണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് പല്ലികളൊക്കെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് പോലും വരാണ്ടാവും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഇത്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു സ്മെല്ല് പല്ലികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലികളോ പാറ്റകളോ ഉറുമ്പുകളോ ഒന്നും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പല്ലികളൊക്കെ കൊല്ലാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയൊരു നല്ലൊരു സൊല്യൂഷൻ ആണ്. നമുക്ക് പല്ലികളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഭക്ഷണത്തിലൊക്കെ നമ്മൾ അറിയാണ്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് പല്ലിശല്യം മൂലം പൊറുത്തിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ്. നമ്മൾ ഉപയോഗിച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ കഴിയും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വീടുകളിൽ നമുക്ക് ആ ഒരു പല്ലിനെ കാണാൻ പോലും കഴിയില്ല കേട്ടോ. അത്ര നല്ലൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വെറും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വാസ്ലൈനും കൊണ്ടാണ് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പല്ലി ശല്യം മാത്രമല്ല ഉറുമ്പ് ശല്യം പാറ്റശല്യം ഉണ്ടെങ്കിൽ കൂടെ നമുക്കതില്ലാണ്ട് പോകും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.